എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. വിച്ച് ലൈനറും ഒരു ഗ്ലിറ്റർ ലൈനറും ഒക്കെ വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് കേട്ടോ. കീക്കോയുടെ ഒരു ലൈനറാണ്, ഡ്വൽ ലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ലെറ്റ്സ് വാച്ച്. സോ നമുക്ക് പ്രൈം ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ മാക്കിൻ്റെ ഒരു പ്രൈമറാണ്, എനിക്ക് സാമ്പിൾ കിട്ടിയതായിരുന്നു. ആ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് പോസൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കൺസീലറാണ്, ടു ഫേസിൻ്റെ കൺസീലർ ഇതിൻ്റെ ഷെയ്ഡ് വാം ബേജ്. അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ തുള്ളി യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഐലിഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബേസിന് വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് കീക്കോയുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ടാണ്. എങ്ങനെയുണ്ട് ഈ ഒരു ഐലൈനർ. ഇതിൻ്റെ 42 ദിർഹമാണ് ഇതിന് കറക്റ്റ് റേറ്റ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 20 ദിർഹത്തിനായിരുന്നു. സോ ഇത് ഡ്യുവൽ എൻഡഡ് ആണ്. ടുസ്കാൻ സൺഷൈൻ ആണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇത് ഐലൈനർ ആൻഡ് ഐ പെൻസിലാണ്. അപ്പോൾ ഇതിൽ കുറേ ഷെയ്ഡ് ഉണ്ട്, 4 or 5 ഷെയ്ഡ്സ് ഉണ്ട്. ഗോൾഡൻ വരുന്നുണ്ട്, അതേപോലെ ഗോൾഡൻ്റെ അപ്പുറത്തെ സൈഡിൽ ഗ്രീനാണ് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 01 ടുസ്കാൻ സൺഷൈനിൽ വരുന്നത് ഒരു പിങ്ക് ഗ്ലിറ്ററും അതേപോലെ ഒരു ബ്രൗൺ ലൈനറും ആണ് വരുന്നത്. അങ്ങനെ അതേപോലെ 4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ സെലക്ട് ചെയ്തത് 01 എന്ന് പറയുന്ന ഷെയ്ഡായിരുന്നു. ഇത് വാട്ടർ പ്രൂഫ്, സ്മഡ്ജ് പ്രൂഫ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ലൈനറാണ് കേട്ടോ. അപ്പോൾ ഈ ലൈനറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ സൈഡിലുള്ളത് ഒരു ലൈനറാണ്, ഒരു പിങ്ക് കളറാണ് വരുന്നത്. അപ്പം ആ ലൈനർ എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും ഉണങ്ങില്ല കേട്ടോ, പെട്ടെന്ന് ഉണങ്ങില്ല. പക്ഷെ ഉണങ്ങിക്കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മളിപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ആയി കഴിഞ്ഞാലും അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് പടർന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് എനിക്ക് വന്നത്. പക്ഷേ അപ്പോൾ റിമൂവ് ചെയ്തിട്ട് ഈവൻ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിമൂവർ കൊണ്ട് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇതാണ് ഈ ഒരു ലൈനറിനെ കുറിച്ച് പറയാനുള്ളത്. ഇറ്റ്സ് എൻ ഓക്കെ ലൈനർ, പക്ഷേ കുറച്ച് പാച്ചി ആയിട്ട് ഫീൽ ചെയ്തു. 2-3 ലെയർ ചെയ്യണം അത് കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഒപ്പാക്ക് പിഗ്മെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തത് അർമാനിയുടെ ഫൗണ്ടേഷനാണ് ഇൻ 06. ആൻഡ് പിന്നെ ഞാൻ എൻ്റെ കൺസീലർ യൂസ് ചെയ്യുകയാണ്. ടു ഫേസിൻ്റെ കൺസീലർ യൂസ് ചെയ്തിട്ട് ഞാൻ അണ്ടർ ഐ കൺസീൽ ചെയ്യാണ്. അതേപോലെ തന്നെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് LA ഗേളിൻ്റെ കൺസീലർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കാജലിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ, ആ ലൈനറിൻ്റെ കാജലിൻ്റെ ഭാഗം പറയാനാണെങ്കിൽ അതൊരു നല്ല ഒരു അത്യാവശ്യം പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൈനറാണ്. അത് വരുന്നത് 0.1 ഗ്രാം മാത്രം കേട്ടോ ഐ പെൻസിൽ വരുന്നത്. ആൻഡ് ഐലൈനർ വരുന്നത് 1.5 ml ആണ് വരുന്നത്. ആൻഡ് റെഗുലറായിട്ട് ഞാൻ ചെയ്യുന്ന പോലെ കൺസീലേഴ്സൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലായിടത്തും എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലായിടത്തും പൗഡർ വെച്ച് സെറ്റ് ചെയ്യാറില്ല. ആകെ അണ്ടർ ഐയിൽ മാത്രമേ സെറ്റ് ചെയ്യലുള്ളൂ. എന്നിട്ട് ആ ലൈനർ വെച്ചിട്ട് ഞാൻ ഒരു എൻ്റെ ബിലോ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഷുഗറിൻ്റെ കോൺട്ര ഡി ഫേസ് പാലറ്റിലെ കോൺട്ര ഷെയ്ഡ് എടുത്തിട്ട് കോൺട്ര ചെയ്യാണ് കേട്ടോ. നോസും കോൺട്ര ചെയ്യുന്നുണ്ട്, അതേപോലെ ചീക്കിലും കോൺട്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ കേട്ടോ എല്ലായിടത്തും വരുന്നത്. ഞാനത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബ്രോൺസ് ചെയ്യാണ്. ഒരു സൺകിസ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രോൺസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാണ് ബ്രോൺസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ബ്രോൺസ് ചെയ്യുന്ന ഒരു സൺകിസ്ഡ് ആയിട്ടുള്ള ഒരു ടാൻഡ് ഫേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇന്ത്യൻ സ്കിൻ ടോണിന് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാണ്, കോൺട്രൻ അപ്ലൈ ചെയ്യാണ്.
ഞാൻ കോൺട്രി ചെയ്യാൻ മറന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടി കോൺട്രി ചെയ്യാണ്. സോ ആ കോൺട്രി ചെയ്തപ്പോൾ കുറച്ച് ഹൈലൈറ്റർ പൊട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ സെൻറ്ററിൽ ഹൈലൈറ്റർ, അത് കുറച്ച് മിക്സായി എന്ന് തോന്നുന്നു. ഇനി ബ്ലഷ് അപ്ലൈ ചെയ്യാണ്. ബ്ലഷും ആ സെയിം പാലറ്റിൽ തന്നെ ബ്ലഷാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ഹൈലൈറ്റർ മാക്കിൻ്റെ സോഫ്റ്റ് ആൻഡ് ജെന്റിൽ എന്ന് പറയുന്ന ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് എൽഫിൻ്റെ ഐലൈനർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ നൈക്കയുടെ ഡയാന എന്ന് പറയുന്ന ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഫേവറേറ്റ് സെക്ഷൻ എസൻസിൻ്റെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രണ്ട്സിനും മേക്കപ്പ് ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു ഗായ്സ്.